ഹായ് വെൽക്കം ടു എൻട്രി കോഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺട്രോൾ ഫ്ലോ ആണ്. ഒരു പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ഫ്ലോനെ ആൾട്ടർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ. നമുക്ക് അതിനകത്ത് ഇപ്പം ഓരോ കണ്ടീഷൻസ് വെച്ച് കണ്ടീഷൻസ് വെച്ച് നമുക്ക് അതിൻ്റെ ഫ്ലോനെ ആൾട്ടർ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഞാനിപ്പം ഒരു 10 ലൈൻ കോഡുള്ള ഒരു 10 ലൈൻ കോഡുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ലൈനിൽ നിന്ന് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ നേരെ 5th ലൈനിലേക്ക് പോകാനും, അത് കഴിഞ്ഞ് 6th ലൈനിൽ ഓക്കെ ആണെങ്കിൽ വീണ്ടും തിരിച്ച് 3rd ലൈനിലേക്ക് പോകാനും, ഇങ്ങനെ അതിൻ്റെ കൺട്രോൾ ഫ്ലോന് മാറ്റം വരുത്തുക. അതുപോലെ തന്നെ 6th ലൈൻ കഴിഞ്ഞ് നമുക്കൊരു 7th ലൈൻ ഒരു 10 വട്ടം എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കണമെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കൺട്രോൾ ഫ്ലോയിൽ മേജർലി വരുന്നത്. അപ്പം അതിനെന്തൊക്കെയാണ് യൂസ് ചെയ്യുക? അപ്പോൾ അത് നമുക്കിപ്പം വളരെ സിമ്പിളായിട്ട് ഞാനൊരു കോഡ് ഞാനിവിടെ കാണിച്ചു തരാം. നമുക്കറിയാം, നമുക്ക് വോട്ടിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 18 നമുക്ക് ആവണം. 18 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അഡൾട്ടാണെന്ന് പറയുന്നത്. ഈയിടെ ഇറങ്ങിയ ഒരു മൂവി കാണാനൊക്കെ നമുക്കറിയാം, ഈ മാർക്കോ എന്ന് പറയുന്ന മൂവി കുറച്ച് വയലൻസ് ഒക്കെ ഉണ്ട്, അതിനകത്ത് 18+ ആണ്, അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കേ കയറാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഏജ് അവിടെ ഒരു ഫാക്ടറായിരുന്നു. അപ്പോൾ അത് നമുക്കിവിടെ വളരെ സിമ്പിളായിട്ട് ഏജ് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഇവിടെ ഉണ്ട്. ഒരു ഏജ് = 20, ഏജ് എന്ന് പറഞ്ഞ വേരിയബിൾ ഞാൻ 20 എന്ന് പറയുന്നൊരു വാല്യൂ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 18നേക്കാൾ കൂടുതലാണെങ്കിലോ അല്ലെങ്കിൽ 18 ആണെങ്കിലോ അവിടെ നമുക്ക് യു ആർ എൻ അഡൾട്ട് എന്ന് പറഞ്ഞ് നമുക്ക് ടൈപ്പ് ചെയ്യാം, പ്രിൻ്റ് വരാം. അപ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് ഇഫ് എൽ ഇഫ് ഒരു ലാഡറാണ്. അപ്പോൾ ഇത് നമ്മളെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഇഫ് വേരിയബിൾ ഒരു കണ്ടീഷണൽ ഓപ്പറേറ്റർ നമ്മൾ ചെക്ക് ചെയ്തു. ഇവിടെ ഇഫ് ട്രൂ ആണെങ്കിൽ ഹാപ്പൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. താഴെ ഒരു സ്പേസ് വിട്ട് നമ്മൾ എഴുതുന്നത്. ഇതിലെ പൈത്തൻ്റെ ഇൻഡൻറ്റേഷൻ എന്നാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഹാപ്പൻ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ താഴെ ഒരു സ്പേസ് വിട്ടിട്ട് എഴുതും. ഓക്കെ, അപ്പം ഇഫ് ഏജ് > 18 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു സ്പേസ് വിട്ടിട്ട് ഇത് ട്രൂ ആണെങ്കിൽ മാത്രം ഹാപ്പൻ ചെയ്യേണ്ട കാര്യം നമ്മളിവിടെ എഴുതി. ഇനി അല്ലെങ്കിലോ ഇഫ് ഏജ് > 12 ആണെങ്കിലോ 12ന് മുകളിലുള്ള ആളുകളെ നമ്മൾ ടീനേജേഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ ഇഫ് ഈ കണ്ടീഷനാണ് ട്രൂ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ താഴെ ഒരു സ്പേസ് വിട്ട് എഴുതുന്നതാണ്. ഈ ട്രൂ ആണെങ്കിൽ മാത്രം ഹാപ്പൻ ചെയ്യേണ്ടതാണ്. സപ്പോസ് ഏജ് 1 ആണ് ഏജ്. അപ്പോൾ ഏജ് > 18 ആണോ നോക്കി, അല്ല, അപ്പോൾ ഇത് വർക്കായില്ല. പിന്നെ 12 ആണോ നോക്കി, അല്ല, അപ്പോൾ ഇതും വർക്കായില്ല. ഇനി എന്താ നോക്കുന്നത്? എൽസ് ഇതാ യു ആർ എ ചൈൽഡ്, ഇതാ വർക്കാവുന്നത് അവിടെ. അപ്പോൾ നോക്കിയേ, ഇഫ് കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ വർക്കാവേണ്ടത് ഇവിടെ ഒരു സ്പേസ് വിട്ടിട്ട്, ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വർക്കാവേണ്ടത് ഒരു സ്പേസ് വിട്ട് നേരെ അതിൻ്റെ താഴെ. എൽസ് ഈ രണ്ടും വർക്കല്ലെങ്കിൽ ഏറ്റവും അവസാനം ഒരു ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻ്റാണ് ഇവിടെ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. ഇപ്പോൾ എയും ബിയും യൂസറായെന്ന് വളരെ സിമ്പിളായിട്ട് ഈ ഒരു പ്രോഗ്രാം എഴുതാം. അപ്പം ഞാനിവിടെ pgm.py എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം എഴുതാൻ പോവാണ്. .py. അപ്പോൾ നമുക്ക് a = 10. അല്ല, യൂസർ ആയിരുന്ന ഇൻപുട്ട് എങ്ങനെ എടുക്കാൻ നോക്കാം. യൂസർ ആയിരുന്ന ഇൻപുട്ട് എടുക്കാനായിട്ട് നമ്മൾ ഇൻപുട്ട് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് വിളിക്കുന്നത്. ഇൻപുട്ട് ഓഫ് എൻ്റർ എ നമ്പർ. ഒരു നമ്പർ ഇൻപുട്ടായിട്ട് വാങ്ങി, ഇതേ കാര്യം തന്നെ നമുക്കൊരു അടുത്ത നമ്പർ ബിയും ഇൻപുട്ടായിട്ട് വാങ്ങി. അപ്പോൾ നമുക്കിത് രണ്ടും ഇൻപുട്ടായിട്ട് വാങ്ങുന്ന സമയത്ത് ഇതൊരു സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഇൻറ്റീജറായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ ഇൻറ്റ് ഓഫ് എന്ന് പറഞ്ഞൊരു ടൈപ്പ് കൺവേർഷൻ, ഒരു എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമുക്ക് ടൈപ്പ് കൺവേർട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇൻറ്റ് ഓഫ് എന്ന് ഞാനിവിടെ വിളിക്കുന്നുണ്ട്. അപ്പോൾ എയും ബിയും നമ്മുടെ യൂസറിൽ നിന്ന് വാങ്ങി ഇൻറ്റീജറായിട്ട് കൺവേർട്ട് ചെയ്ത് എ ബി എന്ന് പറഞ്ഞ 2 വേരിയബിൾസിൽ സേവ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ ഇഫ് എൽ ഇഫ് വിളിക്കാൻ പോവാണ്. ഇഫ് എ > ബി, എ ബിനേക്കാൾ വലുതാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? എ ബിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ പ്രിന്റ് എ ഈസ് > ബി. ഓക്കെ, ഇനി അല്ലാത്ത പക്ഷം ഇഫ് 3 കണ്ടീഷൻസാണ് വരിക. എ ബിനേക്കാൾ വലുതാവാം, ബി എനേക്കാൾ വലുതാവാം, അല്ലെങ്കിൽ രണ്ടും ഈക്വൽ ആവാം. അപ്പോൾ അത് നമുക്ക് 3ഉം ചോദിക്കാം. നമുക്ക് ഇഫ് എ > ബി, എ > ബി ആണെങ്കിൽ ബി ആണ് ഏറ്റവും വലുത് അല്ലേ. പ്രിന്റ്
ഇതെനിക്ക് എന്തിൻ്റെ ഒരു സജഷൻ വരുന്നുണ്ട് ആക്ച്വലി. ഇവിടെ നമുക്ക് എക്സ്റ്റൻഷൻസ് ഒക്കെ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. ഇവിടെ നമ്മൾ എക്സ്റ്റൻഷൻസിനകത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട്, ഇപ്പോൾ ഇതൊരു എക്സ്റ്റൻഷനാണ്. ഇത് നമുക്ക് ഓട്ടോ കംപ്ലീറ്റും കാര്യങ്ങളൊക്കെ തരുന്ന എക്സ്റ്റൻഷൻസ് ആണ്. ഇതിനകത്ത് എക്സ്റ്റൻഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കോഡ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ തന്നെ അവർ തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും. ഇപ്പോൾ ഇത് ഞാൻ ചിലപ്പോൾ ടാബ് എങ്ങാണ്ട് അടിച്ച, ഓക്കെ, ടാബ് ടൈപ്പ് ചെയ്താൽ മതി. ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷനാണ്. ടാബ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ലൈക്ക് നമുക്ക് ടൈപ്പ് ആവും, തന്നെത്താനെ ടൈപ്പ് ആവും. അപ്പോൾ ഓട്ടോ കംപ്ലീഷൻ വരും അതിനകത്ത്. ഇനി ഒരു എൽസിനകത്ത് നമ്മൾ എന്താ വരുന്നത്, രണ്ടും ഗ്രേറ്ററും അല്ല ലെസ് ദാനും അല്ല. ബിനേക്കാൾ വലുതല്ല, എയേക്കാൾ വലുതല്ല. അപ്പോൾ എന്താ, രണ്ടും ഈക്വൽ ആവാനാണ് ചാൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എ ആൻഡ് ബി ആർ ഈക്വൽ അല്ലേ, എ ഈസ് ഈക്വൽ ടു ബി. അപ്പോൾ ഇങ്ങനെ നമുക്ക് കോഡ് എഴുതാം. ഇത് നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എൻ്റർ എ നമ്പർ, ഞാനിവിടെ 5 കൊടുത്തു, 6 കൊടുത്തു, ബി ഈസ് ഗ്രേറ്റർ ദാൻ എ. ഇനി വീണ്ടും ഞാൻ എക്സിക്യൂട്ട് ചെയ്തു, എൻ്റർ നമ്പർ 8 കൊടുത്തു, പിന്നെ 2 കൊടുത്തു, എ ഈസ് ഗ്രേറ്റർ ദാൻ ബി. ഇനി വീണ്ടും എക്സിക്യൂട്ട് ചെയ്തു, 5 കൊടുത്തു, 5ഉം കൊടുത്തു, അപ്പോൾ എ ഈസ് ഈക്വൽ ടു ബി. ഇങ്ങനെ നമുക്ക് എന്താ എഴുതാൻ പറ്റും, ഇങ്ങനെ നമുക്ക് ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ലൈക്ക് ഒരു ഇഫ് എൽ ഇഫ് ലാഡർ എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് കണ്ടീഷൻസ് ഇഫ് എൽ ഇഫ് ഒരുപാട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ഹാപ്പൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഓക്കെ, അടുത്ത നമുക്കൊരു ഒരു ലൂപ്പ്. എന്താണ് ഒരു ലൂപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം ടൈം ട്രാവൽ മൂവീസും കാര്യങ്ങളൊക്കെ കാണുന്ന ആളുകളായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ മാർവലിനകത്ത് ഡോക്ടർ സ്ട്രേഞ്ച് എന്ന് പറഞ്ഞ കഥാപാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ ഇതേപോലെ ടൈം ലൂപ്പുകളും ടൈം ട്രാവലും കാര്യങ്ങളൊക്കെയാണ് ആളുടെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത്. അപ്പം എന്തായിരുന്നു അത്, ലൂപ്പ് എന്ന് പറയുന്നത് ഒരേ സ്ഥലത്ത് തന്നെ വീണ്ടും 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 അതേ സാധനം തന്നെ വീണ്ടും വീണ്ടും ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ ലൂപ്പ്, ഫോർ ലൂപ്പ്, ഇവിടെ 2 ലൂപ്പുകളാണ് നമ്മൾ മേജർലി യൂസ് ചെയ്യുന്നത്. ഒന്ന് ഫോർ ലൂപ്പ്, ഒന്ന് വൈൽ ലൂപ്പ്. ഇപ്പോൾ ഈ ഫോർ ലൂപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇനി ഈ പ്രോഗ്രാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാനൊരു സീക്വൻസിനകത്തൂടെ ഐട്രേറ്റ് ചെയ്യുകയാണ്. അപ്പം നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റാണ് 1 2 3 4 5 ഫോർ നം ഇൻ നമ്പേഴ്സ്. നം എന്ന് പറയുന്നൊരു വേരിയബിളാണ്. ഈ നമ്മിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്, ഈ നമ്പേഴ്സിനകത്തുള്ള വാല്യൂസാണ്. ഇപ്പോൾ 1 ആവാം, നം 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം. ഓരോ വാല്യൂ എടുക്കുമ്പോഴും അതിൻ്റെ താഴെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ആവണം. അപ്പം ഇത് ഈ നമ്പേഴ്സിൽ ഉള്ളിടത്തോളം കാലം ഈ നമ്പേഴ്സിലെ ഓരോ എലമെൻറ്റിനും നമ്മൾ എന്ത് ചെയ്യണം, പ്രിൻറ്റ് നം ചെയ്യും. അതായത് ഈ നം ഈക്വൽ ടു 1 ആവുമ്പോൾ പ്രിൻറ്റ് നം ചെയ്തു, നം ഈക്വൽ ടു 2 ആകുമ്പോൾ പ്രിൻറ്റ് നം ചെയ്തു, ഇങ്ങനെ നം ഈക്വൽ ടു 5 ആകുമ്പോൾ പ്രിൻറ്റ് നം ചെയ്തു. പിന്നെ നമ്പേഴ്സ് ഇല്ല, നമ്മിന് എടുക്കാൻ പറ്റുന്ന നമ്പേഴ്സ് ഇല്ല, അപ്പോൾ ഫോർ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. ഇതാണ് കൺസെപ്റ്റ്. ഇത് നമ്മൾ ഇതേപോലെ ഒരു ചെറിയൊരു കോഡായിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതാണ് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. pg.py എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഞാൻ വളരെ സിമ്പിളായിട്ടൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ റേഞ്ച് ഫംഗ്ഷൻ കൂടി യൂസ് ചെയ്യാം. ഫോർ ഐ ഇൻ റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. റേഞ്ച് എന്ന് പറയുന്നത് ഒരു റേഞ്ച് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 1 2 3 3 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് 0 1 2 3 4 നമ്പേഴ്സ് അല്ലേ. ആ 4 നമ്പേഴ്സിനും നമുക്ക് എന്തെങ്കിലും ലൈക്ക് 4 നമ്പേഴ്സ് വരുമ്പോഴും എന്തെങ്കിലും ഹാപ്പൻ ചെയ്യണം. ഇപ്പം ഞാനിപ്പം 4 വരെ ഫോർ ഐ ഇൻ റേഞ്ച് 4 ഞാൻ എന്ത് പ്രിൻറ്റ് ചെയ്യാം, പ്രിൻറ്റ് ഹൈ എന്ന് പറയുന്നത് 4 തവണ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഫോർ ഐ ഇൻ റേഞ്ച് 4 എന്ന് കൊടുത്താൽ മതി. ഹൈ 4 തവണ പ്രിൻ്റായി. ഇനി ഈ ഹൈയും കോമ ഈ ഐയും പ്രിൻ്റ് ആവണം. ഐ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വേരിയബിളാണ് കേട്ടോ. അപ്പോൾ ഹൈ 1 ഹൈ 2 ഹൈ 3 അല്ലെങ്കിൽ ഹൈ 0 മുതൽ സ്റ്റാർട്ട് ചെയ്യും അല്ലേ. ഹൈ 0 ഹൈ 1 ഹൈ 2 ഹൈ 3. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളായിട്ട് ഫോർ ലൂപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സീക്വൻസിനകത്ത് ഐട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഈ റേഞ്ച് ഓഫ് 4 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു സീക്വൻസ് തന്നെയാണ്. അപ്പം 4 വരെയുള്ള നമ്പേഴ്സിൻ്റെ സീക്വൻസാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെയുള്ളൊരു ലൂപ്പാണ് വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഇവിടെ തന്നെ നമ്മൾ ഫോർ ലൂപ്പിൻ്റെ ആ ഒരു കാര്യം കൂടി ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇനി വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഈ കോഡുകളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റിനകത്ത് കിട്ടും. അതിനകത്ത് നിങ്ങൾക്ക് നോക്കി ഇതൊക്കെ പഠിക്കാവുന്നതാണ് കേട്ടോ. നോട്ട്സും കോഡും ഞാൻ അതിനകത്ത് ഷെയർ ചെയ്യാം. അപ്പം വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ ഞാൻ കൗണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ അവിടെ 1 ആക്കി വെച്ചു. വൈൽ കൗണ്ട് ലെസ് ദാൻ 5 ഇവിടെ ഒരു കണ്ടീഷൻ ട്രൂ ആവുന്നത് വരെയാണ് വൈൽ ലൂപ്പ് വർക്ക് ആവുന്നത്.
ഇപ്പോൾ കൗണ്ട് 1 ആണ്, ആ കൗണ്ട് ലെസ് ദാൻ 5 ആകുന്നത് വരെ, 5 താഴെ ആകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിൻറ്റ് കൗണ്ട് പ്രിൻറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു അപ്ഡേഷൻ. കാരണം കൗണ്ട് 1 ആണ്, 5 താഴെ ആവുന്ന സമയത്തൊക്കെ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് ആയിട്ട് ഇത് പോകും. കാരണം അപ്ഡേഷൻ ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും അപ്ഡേഷൻ ഇത് നിൽക്കുക 5 മുകളിലാവണം. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ആ കൗണ്ട് ഓരോന്ന് വെച്ച് കൂടണം ഓരോ ഇറ്ററേഷനിലും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് കൗണ്ട് +=1, കൗണ്ട് ഓരോന്ന് വെച്ച് കൂട്ടാനും കൂടി ഓരോ ഇറ്ററേഷനിലും പറയുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സിലൊക്കെ വൈലിന് അല്ലെങ്കിൽ ഫോർ ലൂപ്പിന് ഇഫിനകത്തെ താഴെയൊക്കെ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഇവിടെ 2 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഇപ്പോൾ ഇഫിനകത്താണെങ്കിലും ഫോർ ലൂപ്പിനകത്താണെങ്കിലും വൈൽ ലൂപ്പിനകത്താണെങ്കിലും നമ്മൾ സ്പേസ് കൊടുത്ത് എഴുതുന്ന കാര്യങ്ങൾ മുഴുവൻ ഒരു ഇറ്ററേഷനിൽ വർക്കാവും. അല്ലെങ്കിൽ അത് ട്രൂ ആണെങ്കിൽ, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വർക്കാവും. ഇപ്പോൾ ഇവിടെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് ഇതും വർക്കാവും, 1551 ഈ 2 ലൈൻസും വർക്കാവും. ഓക്കെ, അപ്പം ഈ കൗണ്ട് ഇനീഷ്യലി 1 ആണ്, 5 താഴെ ആവുന്നവരെ പ്രിൻറ്റ് കൗണ്ട് ഓരോന്ന് വെച്ച് കൂട്ടുന്നു. ഇത് നമ്മൾ 5 ഇപ്പം ആദ്യം 1 2 3 4 5 5 വരെയും വർക്കാവും. 5 മുകളിലാകുമ്പോൾ 6 ആകുമ്പോൾ ലെസ് ആ ഒരു കണ്ടീഷൻ ഫോൾസ് ആവും, ഈ വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. ഓക്കെ, അപ്പം നമ്മളിന്ന് നോക്കിയത്, ഈ വീഡിയോയിൽ നോക്കിയത് ഇഫ് എൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റുകൾ, അതേപോലെ തന്നെ നമ്മുടെ ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇനിയുള്ള ഒരുപാട് വീഡിയോസിലും ഒരുപാട് കാര്യങ്ങളിലൊക്കെ അത് യൂസ് ചെയ്യും. അപ്പം ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.